തിരുവനന്തപുരം മംഗലപുരത്ത് നിന്നും കാണാതായ 10ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. ആറ്റിങ്ങലിൽ നിന്നാണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഗുണ്ടാസ് സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ഗുണ്ടാസ് സംഘത്തിലെ 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വ്യക്തത എന്താണ്? ഇപ്പോൾ നിലവിൽ ഗുണ്ടാ സംഘത്തിലെ 2 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. പക്ഷേ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. ഈ സംഘത്തിൽ നിന്ന് 2 പേരെ മാത്രമാണ് പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത്. ഈ കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മംഗലപുരം ഇടവിളാക സ്വദേശിയായ ആഷിഖിനെയായിരുന്നു 4 സംഘം ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയത്. ബന്ധുക്കൾ മംഗലപുരം പോലീസിൽ പരാതി നൽകുകയും വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ കുട്ടിക്ക് വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 7:45 കൂടിയാണ് ഈ 10ാം ക്ലാസ്സുകാരനെ കാറിൽ കയറ്റി 4 സംഘം കൊണ്ടുപോയത്. വാഹനം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയി എന്ന് കണ്ടുനിന്നവർ പറഞ്ഞതിനെ തുടർന്നാണ് ആറ്റിങ്ങൽ ഭാഗം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ 4 സംഘത്തിലെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതേസമയം മറ്റു 2 പേർ രക്ഷപ്പെട്ടു. നേരത്തെയും ഒരു സംഘം ഈ ആഷിഖിനെ കാറിൽ ബലമായി പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ ലഹരി സംഘങ്ങൾക്ക് ഈ സംഭവവുമായി ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ്. രശ്മി, ഇവിടെ ഈ 10ാം ക്ലാസ്സുകാരനെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. രശ്മി സൂചിപ്പിച്ചതനുസരിച്ച് ലഹരി സംഘങ്ങളുടെ ഇടപാടുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ മറയാക്കിക്കൊണ്ടുള്ള ലഹരി ഇടപാടുകൾ നടത്തുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലഹരി മാഫിയ നഗരത്തിലടക്കം സജീവമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുമായി ചേർത്ത് വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 2 ഗുണ്ടാസംഘത്തിലെ 2 പേരെ ഇനിയും പിടികൂടാനുണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവത്തോടെ തന്നെ പോലീസ് ഈ ഒരു കേസിൽ ഇടപെടേണ്ടത് അനിവാര്യമാണല്ലേ? തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ പോലീസ് കാണേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു എന്നുള്ളതാണ്. അതായത് പലയിടങ്ങളിലും ഈ കുട്ടികൾക്കിടയിൽ സ്കൂളുകളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ കുട്ടികൾക്ക് വ്യാപകമായി ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘം അത് വളരെ സജീവമായി തന്നെ നിലവിൽ സംസ്ഥാനത്തുണ്ട്. മുൻ വർഷങ്ങളിലെ കണക്കുകൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത് ഈ വർഷം, അതായത് 2023-24 വർഷമൊക്കെ ഈ ലഹരി ഉപയോഗം കുട്ടികൾക്കിടയിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘങ്ങളാണ്. ഏത് വിധേനയും കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമുണ്ട്. അവരെ പിടികൂടുന്നതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ പരിശോധനയും ഇടപെടലും ഒന്നും തന്നെ നടത്താത്തതുകൊണ്ടാണ് വ്യാപകമായ ഇത്തരം സംഘങ്ങൾ വളരെ സജീവമായിട്ടുള്ളത്. ഇവർക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയുന്ന ഒരു കാര്യം. പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 10ാം ക്ലാസ്സുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. 2 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മൊത്തം 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ 2 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ്, 2 പേർക്കായി ഇപ്പോഴും പോലീസിന്റെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഇടപാടാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്.